ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ കിച്ചണിലെ ഒത്തിരി ഐറ്റംസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ് കേട്ടോ. വീഡിയോ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നൊട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വിനെഗറാണ് കേട്ടോ. എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒന്ന് തന്നെയാണ് സിന്തറ്റിക് വിനെഗർ. സാധാരണയായിട്ട് നമ്മളത് അച്ചാറിടാനാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ അച്ചാറിടാൻ മാത്രമല്ല, നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് വിനെഗർ. വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ അളവ് മതി നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ബോട്ടിലിൻ്റെ വില 30 കേട്ടോ ഇതിൻ്റെ MRP ഇട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 20 രൂപയ്ക്കാണ്. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കിട്ടലാണ്. മാത്രമല്ല, ഇതുപോലെ ഒരു ബോട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പക്ഷെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വിനെഗർ വെച്ചിട്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് മക്കളുടെ വാട്ടർ ബോട്ടിലാണ്. സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഈ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അഴുക്കൊക്കെ പിടിക്കാറുണ്ട്. മാത്രമല്ല, ഒരു വഴുവഴുപ്പും ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബാഡ് സ്മെല്ലും അതുപോലെ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്സാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്തെടുക്കേണ്ട 2 ബോട്ടിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനെഗറാണ്. അപ്പോൾ ഒരുപാട് വിനെഗർ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട. ആ ഒരു അടിവശം ഉണ്ടല്ലോ, ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഭാഗം, അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വിനെഗർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ് കേട്ടോ. അപ്പോൾ അരി ഓപ്ഷനിലാണ്, ഒന്നും ചേർക്കണമെന്നില്ല. വെറും വിനെഗർ വെച്ചിട്ട് തന്നെ നമുക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് അരി കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ വിനെഗർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ അത് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണേ. ഞാനിത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. വിനെഗറും അരിയും ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ ആ വിനെഗർ ബോട്ടിലിൻ്റെ എല്ലാ വശത്തും എത്തുകയും ആ വശത്തുള്ള കറയൊക്കെ നമുക്ക് പോന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരിയൊക്കെ കുറച്ച് വലുപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എനിക്ക് അധികം അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ കഴുകി കളയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് പോന്ന് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷമുള്ളൊരു ലുക്കാണ്. ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നല്ല പോലെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അഴുക്കും അതുപോലെ വാട്ടർ ബോട്ടിലിനൊക്കെ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണ്. ഈ ഒരു കണ്ണാടിയുടെ ഗ്ലാസ് ആയാലും നല്ല പോലെ കളർ മങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതുപോലെ വൈറ്റ് ഡോട്ട് പോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ അലമാരയുടെ കണ്ണാടി അതുപോലെ തന്നെ കാറിൻ്റെ കണ്ണാടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാതും ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വിനെഗറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 3/4 കപ്പ് വിനെഗറിന് ഞാൻ 1.5 കപ്പ് സാദാ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കിഡിലൻ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അതിൽ നിന്ന് ഒരു കുഞ്ഞ് ഫ്രൂട്ടിയുടെ കുപ്പിയിലേക്ക് കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള സെറാമിക് കപ്പുകൾ ഉണ്ടാവും. സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പുകൾ കുറേ കഴിയുമ്പോൾ അതിനുള്ളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ചായക്കറയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ചായക്കറിയൊക്കെ കളഞ്ഞ് പുത്തനാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ടിപ്പാണ് കാണിക്കുന്നത്. ഇതുപോലെ 4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ
കുറച്ച് വിനെഗറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊന്നും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് മാറ്റി വെച്ചു. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സ്ക്രബ്ബറോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കൈ വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കറയൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിലാണ് എനിക്ക് ഒരു അടിവശത്തായിട്ട് കുഞ്ഞ് കറ ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ കൈവിരൽ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഉൾവശത്ത് ഉണ്ടായിരുന്ന കറയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ കപ്പും ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ 4 കപ്പും ഇതേപോലെ തന്നെ അടിച്ചെടുത്ത് നല്ല വെള്ളത്തിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ ഞാനിത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രമാണ്. കുറേ നാളായിട്ട് എടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൻ്റെ പുറം ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിറയെ തുരുമ്പ് കുത്തുകൾ പോലെയുണ്ട് കേട്ടോ. ഇനി ഇതാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കളഞ്ഞെടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിനെഗറും വെള്ളവും ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിലൊരു കോട്ടൺ തുണി ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കറയൊക്കെ പോയി കിട്ടും കേട്ടോ. തുരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആയിട്ട് കിട്ടും. ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് ഉരയ്ക്കുക, അതല്ലെങ്കിൽ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു കറയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതെനിക്ക് ആ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്ന മിക്സിയാണ്. നമ്മൾ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും മിക്സിയൊക്കെ പെട്ടെന്ന് അഴുക്കാവാറുണ്ട്. അപ്പോൾ ആ ഒരു മിക്സി ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതാ ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു പീസ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ തുടച്ചെടുക്കുന്നത്. മിക്സിയുടെ എല്ലാ ഭാഗവും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ നല്ല പോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി ഞാൻ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ക്ലോക്കാണ്. ഒത്തിരി നാൾ പഴക്കമുള്ള ഒരു ക്ലോക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്ലാസിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ നന്നായിട്ട് കര പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ മിക്സിയൊക്കെ ക്ലീൻ ചെയ്ത പോലെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ആ ഒരു സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ആ ഒരു കളറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്ലോക്കിൻ്റെ 4 സൈഡും ചെറിയ ചെറിയ കറുപ്പ് കുത്തുകൾ വീണിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ഉടച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കറുപ്പ് ഡോട്ടൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ആ ഒരു കോട്ടൻ്റെ തുണിയൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ വശവും ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നേരത്തെ ഞാൻ ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ക്ലോക്കിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു ഗ്ലാസിൻ്റെതായാലും സൈഡൊക്കെ നല്ല പോലെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ പഴക്കം ചെന്ന ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. പിന്നെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷാണ്. നമ്മൾ സാധാരണ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളതൊന്ന് വാഷ് ചെയ്തിട്ട് വെക്കാറാണ് പതിവ്. പക്ഷെ അതിന് പുറമേയുള്ള അണുക്കൾ പോയി കഴിഞ്ഞാലും ആ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത അഴുക്കുകളൊക്കെ ഉണ്ടാവും. അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ആ ഒരു ബ്രഷ് ഇതിലേക്ക് ഈ ഒരു രീതിയിൽ മുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ബ്രഷിനുള്ളിലുള്ള അണുക്കളൊക്കെ നമുക്ക് വിമുക്തമായിട്ട് കിട്ടും. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് വാഷിംഗ് മെഷീൻ്റെ ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ് കണ്ടില്ല, നന്നായിട്ട് തന്നെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. നമുക്കുള്ളിലേക്ക് കാണാൻ പറ്റുന്ന കൂടിയില്ല കേട്ടോ. ഈ ഒരു ഗ്ലാസിൻ്റെ പുറംഭാഗം മാത്രമല്ല മങ്ങിയിട്ടുള്ളത്, ഇതിൻ്റെ ഉൾവശവും നന്നായിട്ട് തന്നെ ഫെയ്ഡായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒരു വൈറ്റ് ഡോട്ട് പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഒരു സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളും പുറവും ഞാൻ ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്ലാസ് നന്നായിട്ട് കളറായിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല വാഷിംഗ് മെഷീനിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെനിക്ക് ഗ്ലാസ്സൊക്കെ നല്ലപോലെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു വശത്ത് നിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു റിസൾട്ടുള്ള ടിപ്സ് തന്നെയാണ്. അപ്പോൾ വിനെഗർ ഇനി ആരും നിസ്സാരമായിട്ട് കാണരുത്. ഇതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ കളർ മങ്ങിയിട്ടുള്ള ഗ്ലാസ്, അതുപോലെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ലിക്വിഡൊന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെയൊക്കെ വീടുകളിലുള്ള ചുമരിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പിടിച്ചിട്ട് പെട്ടെന്ന് അഴുക്കൊക്കെ ആയി വൃത്തികേടാവാറുണ്ട്. അതും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒരു പീസിലേക്ക് നാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വശത്തുള്ള അഴുക്കും എണ്ണമയൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് പോന്ന് കിട്ടുന്നുണ്ട് കേട്ടോ.
ഇതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, ഈ വശത്തുണ്ടായിരുന്ന അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ സോപ്പോ ലിക്വിഡൊക്കെ യൂസ് ചെയ്ത് കഴുകുന്ന അത്ര സമയമൊന്നും വേണ്ട. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എത്ര അഴുക്കുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.